ഹലോ, എല്ലാവർക്കും സുഖമാണോ? ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ റോസ്റ്റാണ്. പാൻ വെച്ച് മൺചട്ടി ആയാലും മതി. ഗ്യാസ് കത്തിച്ച് പാൻ വയ്ക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരല്പം കടുകും ഒരല്പം ഉലുവയും ചേർക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് കുറച്ച് നേരം വഴറ്റണം. ചെമ്മീനൊക്കെ ഇപ്പോൾ നല്ല വിലയാണ്. സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോൾ ചെമ്മീൻ ഇരിക്കുന്ന കണ്ടു. അപ്പോഴാണ് കുറച്ച് ചെമ്മീനൊക്കെ വാങ്ങിയത്. ചെമ്മീനിന് മാത്രമല്ല, സാധനങ്ങൾക്ക് ഇപ്പോൾ തീ പിടിച്ച വിലയാണ്. അപ്പോൾ എല്ലാവരും ഓട്ടിടാനൊക്കെ പോയായിരുന്നോ? അപ്പോൾ നമുക്ക് കറിയിലോട്ട് വരാം. ഇതിലേക്ക് കുഞ്ഞായി അരിഞ്ഞ സവാള ചേർക്കാം. സവാളയേക്കാളും നല്ലത് കുഞ്ഞുള്ളിയാണ് കേട്ടോ. കുഞ്ഞുള്ളി ആകുമ്പം കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇതിന് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാകും, എന്നാലും കുഞ്ഞുള്ളി ആകുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പും കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ ചേർക്കണം. അത് നല്ലോണം വഴറ്റണം. നല്ല വഴണ്ട് ഏകദേശം ഒരു 3/4 വേവാവുന്നത് വരെ നമ്മൾ നല്ലോണം വഴറ്റണം. വഴറ്റി അത് ഒരുവിധം ഒരു ബ്രൗൺ കളറാകണം. അതുവരെ വഴറ്റണം. കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ക്രിസ്മസ് എക്സാം നടക്കുകയായിരിക്കും അല്ലേ? ഇപ്പോൾ രാവിലെ നല്ല മഞ്ഞൊക്കെയാണ്. അതിനാൽ കുട്ടികൾക്കൊക്കെ അസുഖങ്ങളൊക്കെ വരാതെ നോക്കണേ. ഇനി അടച്ച് വെച്ച് നല്ലോണം വേവിച്ചൊരു ബ്രൗൺ നിറമാകുമ്പോൾ കുറച്ച് കാശ്മീരി മുളക് പൊടിയും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഗരം മസാലപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കാം. അതിനുശേഷം പിന്നെ ആ മസാലകളൊക്കെ ഒന്ന് മൂപ്പിക്കണം. ക്രിസ്മസൊക്കെ അല്ലേ, എല്ലാവരും ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കിയോ? വീട്ടിൽ വൈനൊക്കെ വാങ്ങിയോ? ക്രിസ്മസ് കരോളും ക്രിസ്മസ് പാപ്പായൊക്കെ വന്നോ? സ്റ്റാറൊക്കെ തൂക്കിയോ? എല്ലാവരും ക്രിസ്മസൊക്കെ അടിച്ചു പൊളിക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും അല്ലേ? അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട്, നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ചേർക്കാനുള്ളത് നല്ല പഴുത്ത 2 തക്കാളിയാണ് ചേർക്കാനുള്ളത്. ആ തക്കാളി നല്ല വെന്ത് ഉടഞ്ഞ് വരണം. അതുവരെ നമ്മൾ വഴറ്റണം. അടച്ചു വെച്ചാലേ പെട്ടെന്ന് സവാള വെന്ത് കിട്ടും. അതായത് സവാള ഇട്ട ഉടനെ നമ്മൾ ഒരു അടപ്പ് വെച്ച് അടച്ചു വെച്ചാൽ സവാള പെട്ടെന്ന് നല്ല വഴണ്ട് കിട്ടും. നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ ഇതിന് വേണ്ടി എടുക്കേണ്ടത്. പഴുത്ത തക്കാളി ആവുമ്പോൾ പെട്ടെന്ന് ആവുകയും ചെയ്യും. ചെമ്മീൻ റോസ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം എന്ന് വിചാരിക്കരുത്. അത് വൃത്തിയാക്കാനൊക്കെ നല്ല പ്രയാസമാണ്. അതിനുശേഷം ഇനി അതിൻ്റെ അറ്റത്തോട്ട് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ച, അതായത് വിനീഗറിലും ഉപ്പിലും ഒക്കെ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീൻ ഇതിൻ്റെ അറ്റത്തോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നിരത്തി വയ്ക്കുക. നിരത്തി വെച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും ഉപ്പും കൂടെ ചേർക്കാം. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് വരുന്ന ജ്യൂസ് മതി. ആ ചെമ്മീനകത്ത് വെള്ളം ഉണ്ടല്ലോ, ആ ജ്യൂസ് മതി. അത് ബാക്കിയുള്ള ചെമ്മീനൊക്കെ നല്ലതായിട്ട് വെന്ത് കിട്ടിക്കോളും. എന്നിട്ട് അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വയ്ക്കണം. അടച്ച് വെച്ച് വേവിക്കണം. ആ ചെമ്മീനിൽ വരുന്ന ജ്യൂസ് മാത്രം മതി. വെള്ളമൊന്നും വേറെ ഒഴിക്കേണ്ട ആവശ്യമില്ല. ചെമ്മീൻ റോസ്റ്റല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്, അന്നേരം അതിനകത്ത് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഗരം മസാല പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഇളക്കിയതിന് ശേഷം അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു മുറി തേങ്ങ വേണം. ആ തേങ്ങാപ്പാലാണ് ഇതിനകത്ത് ഒഴിക്കേണ്ടത്. തേങ്ങാപ്പാൽ ഒഴിച്ചാണ് ഇത് വറ്റിച്ചെടുക്കേണ്ടത്. അങ്ങനെയാണ്, കാരണം ചെമ്മീൻ റോസ്റ്റാണ്. അപ്പോൾ അധികം ഗ്രേവി ആവശ്യമില്ല. തിക്ക് ഗ്രേവിയാണ് ആവശ്യം. ഒരുപാട് ഗ്രേവി വേണ്ട ഇതിന്. ഇനി ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും കൂടെ ചേർക്കാം. എരിവിന് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് പച്ചമുളക് കൂടെ കൂടുതൽ ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് കുറച്ചധികം കറിവേപ്പില ചേർക്കാം. എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം പറയുകയും വേണം. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ഒരു കോമ്പിനേഷനാണ് ഈ കറി, ചെമ്മീൻ റോസ്റ്റ്. ഇങ്ങനെ ഉണ്ടാക്കാം, പാലൊഴിച്ചും ഉണ്ടാക്കാം, ഇല്ലാതെ തേങ്ങാപ്പാലൊഴിച്ചും ഉണ്ടാക്കാം, അല്ലാതെ നോർമൽ രീതിയിലും സവാളയും ടൊമാറ്റോയും എല്ലാം കൂടെ വരട്ടി വെച്ചും ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാം. ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.